തിരുസഭ വീണ്ടും ഒരു നോമ്പുകാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഒരു കാര്യം മാത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ആരാണ് നോമ്പെടുക്കുന്നത്? എങ്ങനെയാണ് നോമ്പെടുക്കേണ്ടത്? ചിലപ്പോഴൊക്കെ ആളുകൾ ചോദിക്കും, ഞാൻ ഇന്ന് ഈ വർഷം നോമ്പെടുക്കുന്നില്ല, നീ ഈ വർഷം നോമ്പെടുക്കുന്നുണ്ട്. ഇനി ചില ആളുകൾ ചോദിക്കും, എങ്ങനെയാണ് നീ നോമ്പെടുക്കുന്നത്? എനിക്കിഷ്ടമുള്ള ചില കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഞാൻ നോമ്പെടുക്കുന്നത്. എനിക്ക് ചോക്ലേറ്റ് വളരെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ചോക്ലേറ്റ് ഉപേക്ഷിക്കുന്നു, അങ്ങനെ ഞാൻ നോമ്പെടുക്കുന്നു. യഥാർത്ഥത്തിൽ ആരാണ് നോമ്പെടുക്കുന്നത്? എങ്ങനെയാണ് നോമ്പെടുക്കേണ്ടത്? ആരാണ് നോമ്പെടുക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അത് ഞാനോ നീയോ ആണ് നോമ്പെടുക്കുന്നത് എന്നല്ല. കാരണം നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായ ആവശ്യത്തിനോ എൻ്റെ വ്യക്തിപരമായ വിശുദ്ധീകരണത്തിനോ ആണ് നോമ്പെടുക്കുന്നത് എന്നത് കത്തോലിക്ക ആധ്യാത്മികതയല്ല. പകരം നോമ്പെടുക്കുന്നത് പരിശുദ്ധ സഭയാണ്, തിരുസഭ ഗാത്രമാണ്. മിശിഹായുടെ ശരീരമാകുന്ന സഭ ഒന്നടങ്കമാണ്, അഥവാ തിരുസഭ ഗാത്രമാണ് തൻ്റെ വിശുദ്ധീകരണത്തിനായി പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധ സഭ ഒരൊറ്റ ശരീരമാകിയാൽ ആ ശരീരത്തിൻ്റെതാണ് നോമ്പ്. അതുകൊണ്ട് ഞാൻ ഇത്തവണ നോമ്പെടുക്കുന്നില്ല എന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. അങ്ങനെ പറയാൻ പറ്റണമെങ്കിൽ ഞാൻ ആ ശരീരത്തിൻ്റെ അവയവം അല്ലാതിരിക്കണം എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. ഇനി പരിശുദ്ധ സഭയുടെ അവയവമായിരിക്കുന്ന ഒരാൾക്ക് ആ ശരീരത്തിൻ്റെ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കാതിരിക്കാൻ കഴിയുകയുമില്ല. അതുകൊണ്ട് ആ കാരണത്താൽ തന്നെ നമ്മളെല്ലാവരും നോമ്പെടുക്കാൻ ബാധ്യസ്ഥരാണ്. ഇനി എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ഇതൊരു പരിധി വരെ ദണ്ഡവിമോചനവുമായി കൂടി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. എന്താണ് ദണ്ഡവിമോചനം? മോചിക്കപ്പെട്ട പാപങ്ങളുടെ താൽക്കാലിക ശിക്ഷയിൽ നിന്ന് പരിശുദ്ധ സഭ തരുന്ന വിടുതലാണ്, അഥവാ ശുദ്ധീകരണ സ്ഥലത്ത് അവസ്ഥയിൽ പൂർത്തീകരിക്കപ്പെടേണ്ട ശിക്ഷകളിൽ നിന്ന് നമുക്ക് തരുന്ന മോചനമാണ്, വിടുതലാണ് ഈ ദണ്ഡവിമോചനം. ഈ ദണ്ഡവിമോചനം പ്രാപിക്കുന്നതിന് നമ്മൾക്ക് സഭ നിർദ്ദേശിച്ചിരിക്കുന്ന ചില മാർഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഒരു പ്രത്യേക കവാടത്തിലൂടെ പ്രവേശിക്കുക എന്നോ, ഒരു തീർത്ഥ കേന്ദ്രം സന്ദർശിക്കുക എന്നോ, മറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് അത് ചെയ്യുക എന്നൊക്കെയാണ്. അപ്പോൾ കവാടത്തിലൂടെ പ്രവേശിക്കുന്നത് വഴി വിശ്വാസം പ്രാണപ്പ് ചെല്ലുന്നു, സഭയുടെ നിർദ്ദേശങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ഉപസാരിച്ചൊരുങ്ങി കുർബാന സ്വീകരിച്ചതിലൂടെ കടക്കുന്ന ഒരാൾക്ക് മോചിക്കപ്പെട്ട തൻ്റെ പാപങ്ങളുടെ ശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കും. ശ്രദ്ധേയമായ ചോദ്യം ഇതാണ്, ഞാൻ അത്രയും ചെറിയൊരു കാര്യം ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെയാണ് ഈ ശിക്ഷയിൽ നിന്ന് മോചനം ഉണ്ടാവുന്നത്? അതിന് മാത്രം വലിയ പ്രവൃത്തിയല്ലോ ഞാൻ ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ നമ്മുടെ തിന്മകൾ, അവയുടെ പരിഹാരം നമുക്ക് തന്നെ ചെയ്യാവുന്നതല്ല. നമ്മൾ ചെയ്തിട്ടുള്ള തിന്മകൾ ദൈവത്തിനെതിരെയാണ് നമുക്കറിയാം. നമ്മൾ എന്തൊക്കെ ചെയ്താലാണ്, നമ്മുടെ ജീവിതം മുഴുവനും ഭോഗിച്ചാലും നമ്മുടെ തിന്മകൾക്ക് പരിഹാരമാവുകയില്ല. അപ്പോൾ എങ്ങനെയാണ് അവ ഒരു കവാടത്തിലൂടെ കടക്കുന്നു എന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ട്, ആ ഒരു ചെറിയ പ്രവൃത്തി കൊണ്ട് പരിഹരിക്കപ്പെടുന്നത്? ഇവിടെ നമ്മൾ അറിയേണ്ട വേറെ കാര്യമുണ്ട്. പരിശുദ്ധ സഭയ്ക്ക് കൃപയുടെ അനുഗ്രഹങ്ങളുടെ ഒരു ട്രഷറിയുണ്ട്, ഒരു ഭണ്ഡാരമുണ്ട്. അതിൽ ഈശോ മിശിഹായുടെ പീഡാസഹന കുരിശുമരണ ഉത്ഥാനത്തിൻ്റെ ഫലങ്ങളുണ്ട്, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ യോഗ്യതകളുണ്ട്, വിശുദ്ധരുടെ സത്പ്രവൃത്തികളുണ്ട്, രക്തസാക്ഷികളുടെ അവർ സഹിച്ച പീഡകളുണ്ട്, അവരുടെ മരണമുണ്ട്. ഇവയുടെയൊക്കെ ഫലങ്ങൾ അവർ സ്വീകരിക്കേണ്ടതല്ലായിരുന്നിട്ടും ബാക്കി നിൽക്കും. ഈ ശേഖരത്തിൽ നിന്നാണ് എൻ്റെ ഈ ചെറിയ പ്രവൃത്തിക്ക് പരിഹാരമായി ദൈവം പരിശുദ്ധ സഭയിലൂടെ അവയുടെ ഫലങ്ങളെടുത്താണ് നമുക്ക് ദണ്ഡവിമോചനം തരുന്നത്. അങ്ങനെ ദണ്ഡവിമോചനം സ്വീകരിക്കുന്ന നമുക്ക് ആനുപാതികമായിട്ടല്ലെങ്കിലും അല്പമെങ്കിലും ആ ട്രഷറിയിലേക്ക് തിരികെ വയ്ക്കാനുള്ള ഉത്തരവാദിത്വം കൂടിയുണ്ട്. നമ്മുടെ ചെറിയ നോമ്പും ഉപവാസമൊക്കെ നമ്മളെ സഹായിക്കുന്നത് അതിനാണ് എന്ന് നമ്മൾ ഓർക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തിപരമായ പാപങ്ങളുടെ, പാപപ്രേരണകളുടെയൊക്കെ വിശുദ്ധീകരണം നടക്കും. കാരണം മാംസ അധിഷ്ഠിതമായ ശരീരത്തിൽ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരം എന്നോണമാണ് ഈ മാംസത്തിൽ പരിഹാരം ചെയ്യാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നത്. ഇനി അടുത്ത കാര്യം, ഏത് വിധത്തിലാണ് നോമ്പെടുക്കേണ്ടതെന്നാണ്. എടുക്കുന്നത്, നോമ്പ് നിഷ്കർഷിച്ചിരിക്കുന്നതും അതെടുക്കുന്നതും പരിശുദ്ധ സഭയാണെങ്കിൽ തിരുസഭ എങ്ങനെ നോമ്പെടുക്കുന്നോ ആ വിധത്തിലാണ് നമ്മൾ നോമ്പെടുക്കേണ്ടത്. ഉദാഹരണത്തിന്, സ്ഥിരം വെജിറ്റേറിയൻ ആയിരിക്കുന്ന ഒരാൾ ഞാൻ ഈ നോമ്പുകാലത്ത് മാംസം കഴിക്കാം എന്ന് കരുതേണ്ടതില്ല, അത് ഉചിതമല്ല. നോമ്പുകാലത്ത് പരിശുദ്ധ സഭ ആവശ്യപ്പെട്ടിരിക്കുന്ന മാംസവർജനം നിർവഹിക്കുകയും ഒപ്പം അതിനുശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യാം. അതൊരിക്കലും പരിശുദ്ധ സഭയുടെ പൊതു നോമ്പാചരണത്തിന് വിരുദ്ധമാകരുത്, അവയ്ക്ക് പകരവുമാകരുത് എന്ന് മാത്രം